ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ജാൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. സോ ഞങ്ങൾ റെഡിയായി. ഇപ്പം മാളൂൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ജാൻവിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സോ മമ്മി അമ്മും അച്ഛയോടെ വെയിറ്റ് ചെയ്യാണ്, ആദ്യകുട്ടനൊക്കെ. സോ ഞങ്ങളിപ്പം ഇവിടുന്ന് യാത്രയായി. സോ അങ്ങനെ ഞങ്ങൾ മമ്മീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാണ്. ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. ഞാനിതിനു വേണ്ടി ലീവൊക്കെ എടുത്ത് ഇരുന്നയാ, എന്നിട്ടും ലേറ്റായി. അറിയാലോ, കുട്ടികളെയൊക്കെ റെഡിയാക്കി പോരാത്തതിന് മഴ, അങ്ങനെ എത്താൻ ലേറ്റായി. അവരാകെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുകയാണ്. അച്ചു ആണെങ്കിൽ ഡയറക്റ്റ് കോളേജിൽ നിന്ന് അവിടെ മമ്മിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമുക്ക് അവരുടെ ആംഗ്രി ഫേസ് കാണാം. അത്രയ്ക്കൊന്നുമില്ല, മമ്മി മാത്രമേ ദേഷ്യപ്പെട്ട് നിന്നിട്ടുള്ളൂ. അമ്മു കൂളാണ്. സോ അങ്ങനെ അവൾ എന്തൊക്കെയോ നോക്കിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. പക്ഷേ എത്ര വലിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ അവൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അത്രയൊന്നും കാണിച്ചിട്ടില്ല. എനിവേ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അച്ചോടെ പാർക്കൊക്കെ ചെയ്തിട്ട് വന്നു. ബിക്കോസ് മഴയായതുകൊണ്ട് അവന് ബൈക്ക് എടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് RT നഗറിലേക്ക് യാത്രയായി. നിങ്ങൾക്കറിയാം, പതിവ് പോലെ തന്നെ ഗൂഗിൾ ഞങ്ങളെ തെറ്റിച്ചില്ല. പക്ഷേ മഹേഷ് ചേട്ടൻ ആ ലൊക്കാലിറ്റിയിൽ എത്താകുമ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല, ആൾ കുറച്ച് സ്പീഡ് കൂട്ടും, അപ്പോഴേക്കും റൂട്ടൊക്കെ മാറിപ്പോവും. അങ്ങനെ സുച്ചേട്ടനെ വിളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് അവസാനം വീട് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ അമ്മണിക്കുട്ടീനെ വാരിപ്പുണർന്ന സുച്ചേട്ടൻ. അവിടെ നിങ്ങൾക്ക് നോക്കാം, അവർ നന്നായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്കറിയാം, ഇറ്റ്സ് മാളൂൻ്റെ ഐഡിയ ആയിരിക്കും. ആൻഡ് എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ. അത് നല്ല രസമായിട്ടുണ്ട്. അവിടുത്തെ ആ ഫോട്ടോ ഫ്രെയിമാണ് അവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് ഞങ്ങളുടെ ജാനിക്കുട്ടി. ഈ ഫോട്ടോ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ അമ്മ ഓടിച്ചെന്നിട്ട് പറഞ്ഞ്, എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമോ പ്ലീസ്. അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു, ജാനിക്കുട്ടീനെയും കൂടെ അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ പ്രിയ ചേച്ചിയും നമ്മുടെ ജാൻവിക്കുട്ടി എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. സോ ഇതാണ് ഇവിടുത്തെ ഡെക്കറേഷൻ. സോ ഇത് ഇവർ പുറത്തൊന്നും വെച്ച് നടത്തിയില്ല. സോ വീട്ടിൽ തന്നെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ലോസ് റിലേറ്റീവ്സിനെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി തീം. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ സാധാരണ കാണുമ്പോൾ എപ്പോഴും ഒരു ബ്ലൂ, ലൈറ്റ് ബ്ലൂ, വൈറ്റ് അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ ഇത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് ഷെയ്ഡ്. ആൻഡ് അവരുടെ കോസ്റ്റ്യൂമും അതേപോലെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ മാളു ഓൾറെഡി കേക്കൊക്കെ അവിടെ റെഡിയാക്കി. ആൻഡ് ജാനിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കേക്ക് അവർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ. പിന്നെ ഞങ്ങൾ ആ സൈക്കിൾ ഗ്യാപ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതേപോലെ പിന്നെ ഓൾറെഡി എല്ലാവരും വന്നു കഴിഞ്ഞു. സോ ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പോൾ നമ്മൾ ജാനിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാണ്. കൂട്ടത്തിൽ നമ്മുടെ കീർത്തനയുടെ ബർത്ത്ഡേയും കൂടാണ്. അനിലിൻ്റെ കസിൻ സിസ്റ്ററാണ്. സോ സെയിം ഡേ ആണ് കീർത്തനയുടെയും ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഒരുമിച്ചാണ് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അനിലിനെ വിളിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ വരാനായിട്ട് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജാൻവിക്കുട്ടിയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി വരികയാണ്. അപ്പം എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി ഗ്യാദർ ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഓൾ ചെറിയ കുട്ടിപ്പാട്ടാളങ്ങളൊക്കെ ജാനിക്കുട്ടിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ കണ്ട് നോക്കുക. കത്തിയാണെങ്കിൽ ആ കത്തിയെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ എന്താ നടക്കുന്നതെന്ന്. സ്ലോലി ആ കത്തി നമ്മുടെ കിച്ചുക്കുട്ടൻ്റെ കയ്യിലേക്ക് എത്തി. അപ്പം കിച്ചുക്കുട്ടൻ അത് പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് സാജൻ അത് സ്ലോലി കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം, അനിൽ അവിടെ കിടന്ന് തപ്പുകയാണ്, കേക്ക് കത്തി എവിടെ എന്നുള്ള രീതിയിൽ. അവസാനം പിന്നെയാണ് മനസ്സിലായത് സാജൻ്റെ കയ്യിലാണ് കത്തിയെന്ന്. അങ്ങനെ അവസാനം ആ കത്തി കൈമാറുകയാണ്. അങ്ങനെ സോ വി ആർ ഗോണ കട്ട് ദ കേക്ക് ഓഫ് കീർത്തന ആൻഡ് ജാൻവിക്കുട്ടി.
കേക്ക് മുറിക്കാനായിട്ട് റെഡിയായി, നമ്മുടെ ജാൻവിക്കുട്ടി റെഡിയായി. പക്ഷേ അമ്മ കൊടുക്കുന്നില്ല. അവൾ ആ കത്തി ഇങ്ങ് തരൂ, ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കണില്ല. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. Happy birthday to you. Happy birthday to dear Janvi. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ല. Happy birthday to you. Happy birthday to you. Happy birthday to Kirtana. Happy birthday to you. അങ്ങനെ കീർത്തനയ്ക്കും ജാൻവിക്കുട്ടിക്കും ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തു. ജാൻവിക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കേക്കാണ് അവർ കൊടുക്കുന്നത്. സോ അതിനകത്ത് കൂടുതൽ മധുരമോ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഷീ ലൈക്ക് ദ കേക്ക് ഓൾസോ. അപ്പം അവളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൾക്ക് പരിചയമുള്ളവർ കൊടുക്കുന്നത് മാത്രമേ അവൾ കഴിക്കാറുള്ളൂ. അപ്പം ഇപ്പോൾ അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ കൊടുക്കുന്നുണ്ട് കേക്ക്. സോ ഷീസ് എൻജോയിങ് ദാറ്റ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ജാൻവിക്കുട്ടീനെ വിഷ് ചെയ്തിട്ട് കേക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ജാനി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. യൂഷ്വലി നമ്മൾ കുറേ ബർത്ത്ഡേ പാർട്ടീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കുട്ടികളിരുന്ന് കരഞ്ഞ് അവിടെ പൊളിക്കും. സോ അച്ഛനമ്മമാർക്ക് ഒന്നും അവർക്ക് എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷെ ഞങ്ങളുടെ ജാനിക്കുട്ടി അങ്ങനെയല്ല. എന്തായാലും അവളെല്ലാവരുമായിട്ട് സഹകരിച്ചു. അങ്ങനെ കുറേ ഗിഫ്റ്റ്സൊക്കെ കിട്ടി ജാനുവിന്. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫോട്ടോ സെഷന് വേണ്ടി പോസ് ചെയ്യായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും കേക്കൊക്കെ വിതരണം ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സാജൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഷർട്ട് ഓവർ സൈസായി. അപ്പം അത് ശരിയാവണേന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ജാനിക്കുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ സാജനും കിച്ചുകുട്ടനും അനുചേച്ചിയും കൂടെ നമ്മുടെ ജാനിക്കുട്ടി ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവൾക്ക് ആ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ അവരും ഫാമിലിയും ജാനിക്കുട്ടിക്ക് കേക്ക് കൊടുത്തു. ഷീസ് എൻജോയിങ്. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ആ പരിചയമുള്ളവർ കൊടുത്താൽ മാത്രമേ അവൾ വാ തുറക്കൂ, അല്ലാത്തവർ കൊടുത്താൽ ഇല്ല. ഇതാണ് അവളുടെ മൂത്ത അമ്മാവനും അമ്മായി. ആൻഡ് അവരുടെ കയ്യിലൊക്കെ പോയി അവൾ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ആരുടെയും കയ്യിൽ അവൾ അങ്ങനെ പോവാറില്ല. അങ്ങനെ സുച്ചേട്ടൻ അവൾക്ക് കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷ് ചെയ്യാനായിട്ട് പോയി. ഞാനും കുറച്ച് കേക്ക് എടുത്തു. പക്ഷേ അവൾ വാ തുറന്നില്ല. എങ്കിലും ഞാൻ വിട്ടുകൊടുത്തില്ല. പതുക്കെ ഞാൻ പുറകിൽ കൂടെ അവളുടെ വായിലത് വെച്ച് കൊടുത്തു. എനിവേ അവൾ കഴിച്ചു അത്. അങ്ങനെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ നിൽക്കാൻ അവിടെ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ പിന്നെ മമ്മി അമ്മു മാറി ഞങ്ങൾ ആദ്യം ഞങ്ങളൊരു സെറ്റ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മിയും അമ്മുവും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ്. എല്ലാവരും എൻജോയ് ചെയ്തു. അവൾക്കപ്പോഴത്തേക്കൊരു ബലൂൺ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത ബലൂണൊക്കെ എടുത്ത് വാരി കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ജാനിയുടെ ഷൂസൊക്കെ എടുത്തിട്ട് അവളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ജാനുവിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ നോക്കണ്ടേ? ബാ നമുക്ക് പോയി കാണാം. ഇതാണ് നമ്മുടെ കിച്ചുക്കുട്ടൻ കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ അവനിത് എന്തായാലും അസംബിൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ശരി, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പം അനാമിക ചേച്ചിയും ഞാനും അമ്മും കിച്ചുക്കുട്ടനും കൂടെ ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യാൻ നോക്കി. നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ് ഇതൊന്ന് അസംബിൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കാറ്റലോഗും അതിൻ്റെ പിക്ചറും ഒക്കെ നോക്കി ഞങ്ങൾ എങ്ങനെയൊക്കെയോ സെറ്റാക്കി എടുക്കുകയാണ്.
ഒരു വിധത്തിൽ ഞങ്ങളത് റെഡിയാക്കി. അതിൻ്റെ ഹാൻഡിൽ എവിടെ വെക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ഞങ്ങളത് റെഡിയാക്കി ശരിയാക്കുകയാണ്. പിന്നെ അതെങ്ങനെ അതിൻ്റെ അകത്ത് കയറ്റണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഫിക്സാക്കി റെഡിയാക്കി കിച്ചു ഹാപ്പിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മിണിക്കുട്ടി നമ്മുടെ ജാനിക്കുട്ടിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ജാനി അത് പൊളിക്കുകയാണ്. ഷീ ലൈക്ക് ദറ്റ് കവർ. അതൊക്കെ എടുത്ത് അവൾ പൊളിക്കാൻ നോക്കുക. അപ്പോഴേക്കും ചേട്ടന്മാരിവിടെ റെഡിയായി നിൽക്കുകയാണ്. ജാനി എൻ്റെയും കൂടെ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ജാനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരെല്ലാം കൂടെ ജാനിയുടെ മുകളിലേക്ക് ഇടുകയാണ്. അവസാനം ജാനിക്ക് ഫുൾ കൺഫ്യൂഷനായി. ഞാൻ ഏതാ തുറക്കുക, ഇതിനകത്ത് ഏതാ? അങ്ങനെ അവൾ ഒരെണ്ണം ചൂസ് ചെയ്തു. അപ്പോൾ ആദ്യം എടുത്തത് നമ്മുടെ ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റാണ്. അപ്പം അങ്ങനെ പതുക്കെ നമ്മളത് തുറന്നു. അപ്പോഴേക്കും നോക്കുമ്പോഴത്തേക്കും മനസ്സിലായി എൻ്റെ അനിയത്തിയാണ് ഇതെല്ലാം പാക്ക് ചെയ്തത്. അവൾ ഡ്രസ്സോടെ ചേർത്താണ് പിന്നെ ഇതിരിക്കുന്നത്. എങ്കിലും മാളു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അത് പുറത്തെടുത്തു. അപ്പോൾ ജാനിക്കുട്ടി ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അവൾ തന്നെയാണത് പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ പ്രിയ ചേച്ചിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനിക്കുട്ടിക്ക് ഇതാ ഈ വൈറ്റ് കളർ ഫ്രോക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? നമ്മുടെ റെയിൻബോ ഫ്രോക്കാണ്. അപ്പം നമ്മുടെ ജാനിക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു. അവൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? ആൾക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസ് ടാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതാണ് അമ്മിണിയുടെ വകയുള്ള ഒരു ലാവൻഡർ കളർ ഒരു മിഡിയാണ്. ആൻഡ് അതും അവൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പം വീണ്ടും ലാസ്റ്റ് നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ വകയാണ്. അപ്പോൾ അവളത് വിട്ടില്ല. അങ്ങനെ അത് തുറന്ന് കാണിച്ചപ്പോൾ ഷീ വാണ്ടഡ് ടു ടേക്ക് ദാറ്റ്. അങ്ങനെ പടുത്ത് നോക്കിയപ്പം ആ പുഞ്ചിരി കണ്ടോ? ഷീ ലൈക്ഡ് ഇറ്റ്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ആ കളറിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറേ കളറും പൂക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് ജാനിക്കുട്ടിക്ക് അത് ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു റാബിറ്റിനെ കാണിച്ചപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര എക്സൈറ്റഡായി. അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അതുകൊണ്ട് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റാബിറ്റിനെയൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. അങ്ങനെ അവളുടെ 2 അമ്മായിമാരും കയറി അവളുടെ കൂടെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതാ പ്രിയ ചേച്ചിയുടെ മൂക്കൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. വേദനിച്ചിട്ടും ചേച്ചി ഉമ്മയൊക്കെ വെച്ച് അങ്ങനെ നമ്മുടെ റാബിറ്റായിട്ട് നമ്മുടെ ജാനിക്കുട്ടി കളിച്ചു. അപ്പോഴേക്കും നമ്മുടെ അടുത്ത അമ്മായിയും കൂടെ വന്നു. പിന്നെ 2 പേരും കൂടെ മത്സരിച്ചാണ് പിന്നെ നമ്മുടെ ജാനിയുടെ കൂടെ കളിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. ആൻഡ് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് ആണെങ്കിൽ അടുത്ത ആൾക്കാരൊക്കെ, ഞങ്ങൾ മാത്രം ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, അവിടെ പുറത്ത് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ മാമി തന്നെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കൊണ്ടുവന്നു. അത് ഞങ്ങൾക്കൊക്കെ വിതരണം ചെയ്തു. മാമിയുടെ മോൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോടും തന്നു. എന്തായാലും സ്നേഹത്തോടെ തന്നല്ലേ, ഞാനൊരു 2 എക്സ്ട്രാ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് പോസൊക്കെ എടുത്തു. കണ്ടില്ലേ, ഓരോ ഫോട്ടോ സെഷനാണ് എടുത്തത്. അങ്ങനെ അന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു. സോ ഞങ്ങൾ ഈ ഒരു ഡെക്കറേഷനിൽ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.